എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ ജസ്ന സലീമിനെ കുറിച്ചാണ് കേട്ടോ. ഞാനപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനോ എന്താ പറയുന്നത്, ജസ്ന സലീമിനെ കുറ്റം പറയാനോ വേറെ ആരെങ്കിലും വ്രണപ്പെടുത്താനോ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് നാളായി ഈ ഒരു വിഷയത്തിൻ്റെ പിറകിലായിരുന്നു എല്ലാവരും. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ എല്ലാവരും ഈ ഒരു വിഷയത്തിൻ്റെ പിറകിലാണ്. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്നയോടും അതുപോലെ തന്നെ ജസ്നയെ പല കാര്യത്തിൽ അനുകൂലിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന പലരോടും എനിക്ക് പറയാനുണ്ട്. അപ്പം ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പോൾ ഈ ഇസ്ലാം മത വിശ്വാസികളോടാണ് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം. അതെന്ന് വെച്ചാൽ ജസ്ന സലീം കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു. കൃഷ്ണന്റെ പടം വരയ്ക്കുന്നതിനോട് എനിക്ക് തികച്ചും വ്യക്തിപരമായി യാതൊരുവിധ എതിർപ്പോ വിരോധമോ ഒന്നുമില്ല. കാരണം അത് ജസ്നയുടെ ഉപജീവന മാർഗമാണ്. ഒരു കൃഷ്ണന്റെ പടം വരച്ച് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് ഒരിക്കലും ജസ്ന ദീനിന് പുറത്തു പോകുമെന്നോ വിശ്വാസത്തിന് പുറത്തു പോകുമെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. കാര്യം അത് ജസ്ന വിശ്വസിക്കുന്ന ഏതാണോ എക്സ് ഓർ വൈ, ഏത് പടച്ചവനായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് കൃഷ്ണനായിക്കോട്ടെ ദൈവമായിക്കോട്ടെ, അത് ജസ്ന വിശ്വസിക്കുന്ന ജസ്നയുടെ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതിൽ യാതൊരുവിധ അഭിപ്രായവും പറയാൻ ഞാൻ ആളല്ല. പിന്നെ ഒരുപാട് പേര് എന്താ പറയുന്ന കുഴിയിൽ പോയി കിടക്കണ്ടല്ലയോ, ദീനിനെതിരായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ ഒരു കാര്യത്തിനോട്, അതായത് കൃഷ്ണന്റെ പടം വരച്ചു ഉപജീവനമാർഗം നടത്തുന്നു എന്നൊരു കാര്യം കൊണ്ട് ജസ്നയെ ഒരിക്കലും എതിര് പറയുന്നതേ ഇല്ല. കാരണം ജസ്നയുടെ ഉപജീവനമാർഗം അതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജസ്നയുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കാണുകയുണ്ടായി. അപ്പൊ അതിനകത്ത് ജസ്ന പറയുന്നു, എന്റെ ഉപജീവനമാർഗമാണ് കൃഷ്ണന്റെ പടം വരച്ച് ഞാൻ ആഹാരം കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കൃഷ്ണനെ അത്രമേൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഒരിക്കലും ജസ്ന അതിനകത്ത് തെറ്റു പറയുന്നില്ല. കാരണം ജസ്നയുടെ ഉപജീവന മാർഗത്തിലുള്ള അതിപ്പം അന്യമതസ്ഥരിൽപ്പെട്ട ഒരു ദൈവത്തെ ചേർത്ത് പിടിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റെന്നൊക്കെ ജസ്ന ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല. ഇപ്പം കൃഷ്ണനൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കൃഷ്ണകഥകളും കൃഷ്ണന്റെ ഒരുപാട് ഇതുകളും ഒക്കെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റു മതസ്ഥരുടെ ഒരു ദൈവമാണെന്ന് നമുക്കറിയാം. നമ്മളതിനെ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ വിശ്വാസമാണത്, അത് അതിനെ വഴിക്ക് വിട്ടേക്കുക. പക്ഷെ ജസ്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ജസ്ന ഇതിന് ഗുരുവായൂർ അമ്പലം എടുത്തിട്ട്, അതായത് നമ്മളൊക്കെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്. നമുക്ക് ആർക്കും ഗുരുവായൂർ അമ്പലത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം. അത് ജസ്നയ്ക്ക് നന്നായിട്ട് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ജസ്നയുടെ കുറേ വീഡിയോസ് റീൽസുകളും ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം അതിനകത്ത് പല റീലുകളിലും ജസ്ന തലയിൽ തട്ടമിടുകയോ ഒന്നും ചെയ്യാതെയൊക്കെയുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ജസ്ന തലയിൽ നിന്ന് തട്ടം എടുക്കാത്ത ഒരാളല്ലാന്ന് അതിൽ നിന്നും നന്നായിട്ട് നമുക്ക് വ്യക്തമാണ്. അപ്പൊ ജസ്നയുടെ ഉപജീവനമാർഗമായ കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് ജസ്നയ്ക്ക് അത് വിഷു ദിവസം ഗുരുവായൂർ കൊണ്ടത് കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് അവിടെ പോയി അല്ലെങ്കിൽ കൃഷ്ണനെ കാണുന്നതും ഒക്കെ ജസ്നയ്ക്കൊരു ഇഷ്ടമാണ്. അല്ലെങ്കിൽ ജസ്നയുടെ തികച്ചും വ്യക്തിപരമായ കാര്യം മാത്രമാണ്, അതിനകത്ത് ആരും ഇടപെടേണ്ട കാര്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും ജസ്ന ഗുരുവായൂർ വരുമ്പോൾ മാത്രം എൻട്രൻസ് മുതലേ തട്ടവും ഇട്ട് റീലെടുക്കുന്നതിന് വേണ്ടി മാത്രം അങ്ങനെ വരുന്നതിനോട് ആണ് എല്ലാവരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അത് മറ്റു മതസ്ഥ, അതായത് നമ്മുടെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ ജസ്നയ്ക്ക് ആ ഫോട്ടോ കൊടുക്കണമെങ്കിൽ പുറത്തു നിന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ തട്ടമിടാതെ വന്ന് അവിടെ നിന്ന് എടുത്തു കൊടുത്തിട്ടോ ഒക്കെ ജസ്നയ്ക്ക് പോകാമല്ലോ. അപ്പൊ അവിടെ വന്ന് നിന്ന് കേക്ക് മുറിക്കുക, അല്ലെങ്കിൽ അതിനിപ്പോ എതിര് പറയുന്നു ഒരുപാട് പേര്, ജസ്ന ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഈ വക കാര്യങ്ങൾക്കൊക്കെ മറ്റാ മതവിഭാഗത്തിൽ നിന്ന് എതിർപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അതിന് ജസ്ന കുറച്ച് സംയമനം പാലിക്കണം. അതായത് ജസ്ന അവിടെ പോകുന്നതിനോ അതിനോ ഒന്നും ഞാൻ പറഞ്ഞല്ലോ, അത് തികച്ചും വ്യക്തിപരമായ ജസ്നയുടെ കാര്യം മാത്രമാണ്. അതിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതിനകത്തിപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് ജസ്നയെ ക്രൂശിക്കാനോ ജസ്നയെ ദീനിന് പുറത്താക്കാനോ അല്ലെങ്കിൽ ജസ്നയെ മതത്തിന് പുറത്താക്കാനോ മഹല്ലിന്ന് പുറത്താക്കാനോ ഒന്നും ഞാൻ ആളല്ല. അതൊക്കെ ജസ്ന വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതിനൊന്നും ഒരു അഭിപ്രായവും പറയുന്നില്ല. പക്ഷേ ജസ്ന തികച്ചും കൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ജസ്നയ്ക്ക് ഇപ്പം ഇത് വീഡിയോയൊക്കെ എടുത്ത് ഇത്രയും പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യണമെന്ന് ഇല്ലല്ലോ. അത് ജസ്നയ്ക്ക് അന്നത്തെ ദിവസം അത് അവിടെ പോയി കൊടുക്കുക, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ചെയ്തിട്ട് വരിക എന്നതാണ് ഉത്തമം. അപ്പൊ ഇത് മറ്റാ മതത്തിലുള്ളവർക്ക് തീരെയും ഇഷ്ടപ്പെടുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്നും ആക്രമണങ്ങൾ വരുന്നു, കേസ് കൊടുക്കുന്നു. അപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നു. അപ്പൊ അവിടെ പോയി കേക്ക് കട്ട് ചെയ്യുന്നതിന് അവരെ എതിർക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദര, അതായത് നമ്മൾ
കേരളത്തിലുള്ളവരെല്ലാം തന്നെ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൗഹാർദ്ദത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ജസ്നെ ഒരിക്കലും അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ അത് അപ്പം ജസ്നെ ചെയ്യുന്നത് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ്. കാരണം തട്ടവിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഈ കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് തന്നെ ജസ്ന പോപ്പുലറായി വളരെ വൈറലായ ഒരു വ്യക്തിയാണ്. അതിനിടയ്ക്ക് നിന്നിപ്പം എല്ലാ വർഷവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരിക്കലും തട്ടവിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ പോയി ഇന്ന് വൈറലാവേണ്ട കാര്യമില്ല. ഓൾറെഡി ജസ്ന ഇപ്പം അമൃത ടി വിയിലൊക്കെ ജസ്നയുടെ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. അമൃത ടി വിയിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് ജസ്നയെ. ഒട്ടുമിക്ക കേരളത്തിനകത്തും പുറത്തുള്ള ഒരുവിധ മലയാളികൾക്കെല്ലാം തന്നെ അറിയാം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്നുണ്ടെന്നും അത് ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുകയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. ജസ്നയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഈ പടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് ഹിന്ദുക്കളും ഒരുപാട് പേരും എന്ത് ചെയ്യുന്നുണ്ട്, ജസ്നയ്ക്ക് സപ്പോർട്ടായിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിനെ ജസ്ന ഒരിക്കലും മിസ്യൂസ് ചെയ്യരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ജസ്നയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർ കൂടി ജസ്നയ്ക്കെതിരാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും ജസ്നയുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്നതെന്നൊരു ചെറിയ വിഷമത്തോടു കൂടി സൂചിപ്പിക്കുന്നു ജസ്ന. അല്ലാണ്ട് ഒരിക്കലും എന്താ പറയുന്നത്, ജസ്നയെ ഞാൻ പറഞ്ഞല്ലോ മതപരമായ രീതിയിൽ എതിർക്കാനോ ഒന്നും ഞാൻ ആളല്ല. അപ്പം ആ ഒരു ഹൈന്ദവ വിശ്വാസത്തെ, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തെയോ ഹൈന്ദവ വിശ്വാസത്തെയോ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഒരു മനുഷ്യനെന്ന രീതിയിൽ ഞാൻ ഒരിക്കലും, ഒരു ഇസ്ലാം മത വിശ്വാസി എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. നമ്മളെ ഇപ്പം ജസ്നയുടെ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ജസ്നയോട്, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഏകദൈവ വിശ്വാസമല്ലേ, അപ്പൊ അതിനകത്ത് കൃഷ്ണനെയും കൂടി ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ ദീനിന് പുറത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ വിശ്വസിക്കുന്ന ആരാണോ അവരുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് കരുതി മറ്റു മതത്തിലുള്ള അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ദൈവങ്ങളെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ഒരിക്കലും അതിനെ കുറ്റം പറയാനോ അതിനെ ചേർത്ത് പിടിച്ചതുകൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകുന്നു ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വിശ്വസിക്കുന്ന ആരാണോ അവർ തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം അപ്പൊ ജസ്ന പറഞ്ഞു അതിന് വേണ്ടിയിട്ട് മതം മാറാൻ വരെ തയ്യാറാണെന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ മതം മാറാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാലോ. അപ്പം ഈ തട്ടവിട്ട് എന്നും ഗുരുവായൂർ അമ്പലനടയിൽ പോയി നിന്നൊരു റീൽ എടുത്ത് പോസ്റ്റ് ചെയ്ത് വെറുതെ അവരുടെ എന്താ പറയുന്നത് ആ ഒരു വിശ്വാസത്തെയും അപ്പൊ അവര് ജസ്നയോട് കാണിക്കുന്ന ആ സ്നേഹത്തെ ഒന്നും ദയവായിട്ട് ജസ്ന എന്ത് ചെയ്യരുത്, ഒരു മുതലെടുപ്പ് നടത്തി അപ്പൊ അവർക്കത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ദയവായിട്ട് അതിന് കുറച്ച് നിയന്ത്രണങ്ങൾ ജസ്ന വെക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവർക്ക് മാനസികമായിട്ട് അവരുടെ വിശ്വാസപരമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് ജസ്ന. അതുപോലെ എന്താ പറയുന്നത് ഭയങ്കര പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ജസ്ന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, തട്ടവിടാത്ത റീലുകളും വീഡിയോകളൊക്കെ ഞാൻ ഇഷ്ടമാതിരി കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെ പോകുമ്പോൾ മാത്രം അങ്ങനെ ഇട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ജസ്ന കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഓൾറെഡി ജസ്ന വൈറലാണ് കേട്ടോ. ഓൾറെഡി ജസ്നയെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഓൾറെഡി ജസ്നയുടെ വീഡിയോസും ജസ്ന ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അത്യാവശ്യം എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ ജസ്ന ഇനി പുതിയതായിട്ടൊരു വൈറൽ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇതുകൾ സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് മാത്രം എന്താ പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടി ജസ്നയോടൊന്ന് പറയുകയാണ്. താങ്ക് യു.